ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗെയിം ഓഫ് ത്രോൺസ് സീരീസിന്റെ ഫൈനൽ ആൻഡ് 8th സീസണിന്റെ റീക്യാപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ആദ്യ 7 സീസൺസിന്റെ റീക്യാപ്സ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് ഒരുമിച്ച് കാണാനായി ഒരു പ്ലേലിസ്റ്റ് ആയി ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ടൈം കിട്ടുമ്പോൾ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. കൂടാതെ ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എത്രയും വേഗം വീഡിയോയിലേക്ക് പോകാം. കമോ. അപ്പോ ഗെയിം ഓഫ് ത്രോൺസ് സീസൺ 8-ൽ മുൻപ് പല ചേരികളിൽ നിന്നിരുന്ന ഹീറോസും ആന്റി ഹീറോസും ആർമി ഓഫ് ദി ഡെഡിനോട് പോരാടാൻ വിന്റർഫെല്ലിൽ ഒത്തുകൂടുന്നു. ജെയ്മിയും അവിടേക്ക് എത്തുകയും വർഷങ്ങൾക്ക് മുൻപ് ജനാലയിലൂടെ പുറത്തേക്ക് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചതിന് ബ്രാൻ അവനോട് ക്ഷമിക്കുകയും ചെയ്യുന്നു. കാരണം ആ ഒരു സംഭവമാണ് ഇരുവരുടെയും പിന്നീടുള്ള ജീവിതത്തെ രൂപപ്പെടുത്തിയത്. പക്ഷേ സാൻസയും ഡനേറീസും ജെയ്മിയുടെ മുൻകാല പ്രവർത്തികൾക്ക് അയാളെ ശിക്ഷിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു. ഇരുവരുടെയും പിതാക്കന്മാരുടെ മരണങ്ങൾ കാരണമാണ് അവർ അത്തരത്തിൽ ആലോചിക്കുന്നത്. പക്ഷെ ബ്രിയൻ ജെയ്മിക്ക് വേണ്ടി വാദിക്കുകയും ഒടുവിൽ അവർ അയാളെ അവിടെ തന്നെ തുടരാനും പോരാടാനും അനുവദിക്കുന്നു. വൈറ്റ് വാക്കേഴ്സുമായി യുദ്ധം ചെയ്യാൻ എല്ലാവരും തയ്യാറെടുക്കുന്നതിനിടയിൽ ഡനേറീസ് ജോണിനെ ഡ്രാഗൺ റൈഡിംഗ് പഠിപ്പിക്കുന്നു. അതവരെ കൂടുതൽ അടുപ്പത്തിലാക്കുകയും അവർ കൂടുതൽ പ്രണയത്തിലാവുകയും ചെയ്യുന്നു. എന്നിരുന്നാലും ഡനേറീസ് അവളുടെ പിതാവിനെ പോലെ ഒരു ഭ്രാന്തി ആയേക്കുമെന്ന് ജോണിന്റെ സുഹൃത്തുക്കൾ ഭയപ്പെടുന്നു. അവൻ യഥാർത്ഥത്തിൽ ഒരു ട്രൂ ടർഗേറിയൻ ആണെന്നും അയൺ ത്രോണിന്റെ റൈറ്റ്ഫുൾ എയർ ആണെന്നും സാം ജോണിനോട് പറയുന്നതോടെ അവരുടെ റിലേഷൻഷിപ്പ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുന്നു. നൈറ്റ് കിങ്ങിനെ കൊടുക്കാൻ ജോണിന്റെയും ഡനേറീസിന്റെയും വാർ കൗൺസിൽ ഒരു പദ്ധതി തയ്യാറാക്കുന്നു. നൈറ്റ് കിങ് ലോകത്തിന്റെ എല്ലാ ഓർമ്മകളും മായ്ക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ എല്ലാം കാണാൻ കഴിയുന്ന ത്രീ-ഐ ഡ്രേവനായ ബ്രാൻനെ അവൻ എന്തായാലും കൊല്ലാൻ ശ്രമിക്കും. അപ്പോൾ ബ്രാൻനെ ഒരു ഇരയായി ഉപയോഗിക്കാൻ അവർ തീരുമാനിക്കുന്നു. അവരുടെ ആർമി വൈറ്റ് വാക്കേഴ്സുമായും അൺഡെഡ് സോൾജിയേഴ്സുമായും പോരാടുന്നതിനിടെ നൈറ്റ് കിങ് ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അവനെ ട്രാപ്പ് ചെയ്ത് പരാജയപ്പെടുത്താൻ ജോണും ഡനേറീസും പ്ലാൻ ചെയ്യുന്നു. തന്റെ ക്രൂരനായ അങ്കിൾ യൂറോണിൽ നിന്ന് തിയോൺ ഗ്രേജോയ് തന്റെ സഹോദരി യാറയെ രക്ഷിക്കുന്നു. തുടർന്ന് അവൻ തന്റെ സുഹൃത്തുക്കളെ സഹായിക്കാൻ വിന്റർഫെല്ലിലേക്ക് പോകുന്നു. തന്റെ മുൻകാല തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ തിയോൺ യുദ്ധത്തിൽ ബ്രാൻനെ സംരക്ഷിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. എല്ലാവരും അവരവരുടെ ജീവിതം അവസാനിച്ചേക്കാവുന്ന പോരാട്ടത്തിനായി തയ്യാറെടുക്കുമ്പോൾ ആര്യ തന്റെ ചൈൽഡ്ഹുഡ് ക്രഷായ ഗെൻറിയുമായി ഒരു രാത്രി പങ്കിടുകയും ആദ്യമായി ഒരു പ്രണയം അനുഭവിക്കുകയും ചെയ്യുന്നു. ഒരു സ്ത്രീക്ക് ലഭിക്കുന്ന അപൂർവ ബഹുമതിയായി ബ്രിയനെ ജെയ്മി ഒരു നൈറ്റ് ആക്കുന്നു. ജോൺ ഇപ്പോൾ ഉപയോഗിക്കുന്നത് മോർമോൺ ഫാമിലിയുടെ വലേറിയൻ സ്റ്റീൽ സ്വോർഡായ ലോങ് ക്ലോ ആണ്. അതിനാൽ സാമിനെ ഒരു മെന്ററായി ഗൈഡ് ചെയ്ത് ജോറ മോർമോണ്ടിന്റെ പിതാവിനോടുള്ള ബഹുമാനം പ്രകടിപ്പിക്കാൻ സാം തന്റെ സ്വന്തം കുടുംബത്തിന്റെ വലേറിയൻ സ്റ്റീൽ സ്വോർഡായ ഹാർട്സ്ബെയിൻ ജോറയ്ക്ക് നൽകുന്നു. നൈറ്റ് കിങ്ങിന്റെ സൈന്യം വിന്റർഫെല്ലിലേക്ക് അടുക്കുമ്പോൾ മെലിസാൻഡ്രയും അവിടേക്ക് തിരികെ എത്തുന്നു. അവൾ തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ദോത്രാക്കികളുടെ ആയുധങ്ങൾ ഇല്യൂമിനേറ്റ് ചെയ്യുന്നു. അതവരെ അൺഡെഡ് ആർമിയോട് ഫൈറ്റ് ചെയ്യാൻ കൂടുതൽ സഹായിക്കും എന്നവൾ കരുതുന്നു. ടിറിയനും സാൻസയും അവിടെ ബാക്കിയുള്ള നിസ്സഹായരായ ആളുകളെ കാസലിന്റെ ക്രിപ്റ്റുകളിൽ ഒളിക്കാൻ സഹായിക്കുന്നു. ഒടുവിൽ യുദ്ധം ആരംഭിക്കുന്നു. ജോണും ഡനേറീസും ആകാശത്ത് നൈറ്റ് കിങ്ങിനോടും അയാളുടെ ഡ്രാഗണിനോടും പോരാടുന്നു. അതേസമയം അവരുടെ സൈന്യം ഗ്രൗണ്ടിൽ അൺഡെഡ് ആർമിയോട് ഫൈറ്റ് ചെയ്യുന്നു. വൈറ്റ്സ് വളരെ വേഗത്തിൽ ദോത്രാക്കികളെ പരാജയപ്പെടുത്തി വിന്റർഫെല്ലിലേക്ക് അതിക്രമിച്ചു കയറി ബ്രാൻന്റെ അടുത്തേക്ക് കൂടുതൽ അടുക്കുന്നു. ഈ ഖാവൂസിന്റെ ഇടയിൽ സാമിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ എഡ് മരിക്കുന്നു. ആര്യയോടൊപ്പം ഒരുമിച്ച് ഫൈറ്റ് ചെയ്യുന്ന ഹൗണ്ടിനെ സംരക്ഷിക്കാൻ ബെറിക് തന്റെ ജീവൻ നൽകുന്നു. ഇതിനിടെ ആര്യ മെലിസാൻഡ്രയെ കണ്ടുമുട്ടുന്നു. മെലിസാൻഡ്രെ ആര്യയുടെ ഫ്യൂച്ചർ താൻ കണ്ടു എന്ന് പറയുകയും ബെറിക്കിന്റെ സാക്രിഫൈസ് അർത്ഥവത്താക്കാൻ അവളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ജോണും ഡനേറീസും നൈറ്റ് കിങ്ങുമായുള്ള ഫൈറ്റ് തുടരുന്നു. പക്ഷെ വൈകാതെ അവർ താഴേക്ക് ലാൻഡ് ചെയ്യാൻ നിർബന്ധിതരാകുന്നു. വിന്റർഫെല്ലിൽ മരിച്ച എല്ലാവരെയും, അതായത് ഇപ്പോൾ നിരായുധരായ സ്ത്രീകളും കുട്ടികളും ഉള്ള ക്രിപ്റ്റുകളിൽ സംസ്കരിക്കപ്പെട്ടവർ ഉൾപ്പെടെ എല്ലാവരെയും നൈറ്റ് കിങ് വൈറ്റ്സായി റിസറക്ട് ചെയ്യുന്നു. വൈറ്റ്സിനാൽ ചുറ്റപ്പെട്ട ഡനേറീസിനെ ജോറ മോർമോൺ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. അയാൾ ധീരമായി പോരാടുന്നെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ് അവളുടെ കൈകളിൽ കിടന്ന് മരിക്കുന്നു. വിന്റർഫെല്ലിലെ ആർമി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നൈറ്റ് കിങ് ബ്രാൻന്റെ അടുത്തേക്ക് എത്തുമ്പോൾ അവിടേക്ക് വരാൻ ശ്രമിക്കുന്ന ജോണിനെ അൺഡെഡ് വിസേറിയോൺ തടയുന്നു. ബ്രാൻഡിനും നൈറ്റ് കിങ്ങിനും ഇടയിൽ തിയോണും കുറച്ച് അയൺബോൺ സോൾജിയേഴ്സും മാത്രമേ ഉള്ളൂ. ബ്രാൻ തിയോണിനോട് അവനൊരു നല്ല മനുഷ്യനാണ് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. ശേഷം തിയോൺ പോരാടി മരിക്കുന്നു. നൈറ്റ് കിങ് ബ്രാൻനെ കൊല്ലാൻ പോകുമ്പോൾ ആര്യ പെട്ടെന്ന് അവിടേക്ക് എത്തുകയും ലിറ്റിൽ ഫിംഗറിന്റെ വലേറിയൻ സ്റ്റീൽ ഡാഗർ ഉപയോഗിച്ച് അയാളെ കൊല്ലുകയും ചെയ്യുന്നു. ഇത് അയാളുടെ മുഴുവൻ അൺഡെഡ് ആർമിയെയും നശിപ്പിക്കുന്നു. വൈറ്റ് വാക്കേഴ്സിനെ പരാജയപ്പെടുത്തിയതിനു ശേഷം സർവൈവേഴ്സ് സെലിബ്രേഷൻ തുടങ്ങുകയും അതോടൊപ്പം മരിച്ചവരെ വിലപിക്കുകയും ചെയ്യുന്നു. തന്റെ ദൗത്യം പൂർത്തിയാക്കിയ മെലിസാൻഡ്രെ തന്റെ മാജിക് നെക്ലസ് ഊരി മാറ്റുകയും പെട്ടെന്ന് പ്രായമായി മരിക്കുകയും ചെയ്യുന്നു.
യുദ്ധത്തിന് ശേഷം ഡനേറിസ് ഗെൻറിയെ ഒരു ട്രൂ ബരാത്തിയനായും ലോർഡ് ഓഫ് സ്റ്റോംസെൻഡായും നെയിം ചെയ്യുന്നു. ഗെൻറി ആര്യയോട് തന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ ഒരു ലോർഡിന്റെ ഭാര്യ ആകുന്നതിനേക്കാൾ വലിയ ചില കാര്യങ്ങൾ ചെയ്യുന്നതാണ് തന്റെ നിയോഗം എന്ന് വിശ്വസിച്ചുകൊണ്ട് അവൾ അത് നിരസിക്കുന്നു. ജെയ്മിയും ബ്രിയനും തങ്ങൾക്ക് പരസ്പരമുള്ള വികാരങ്ങൾ തിരിച്ചറിയുകയും ഒരുമിച്ച് ഉറങ്ങുകയും ചെയ്യുന്നു. ജോൺ തന്റെ ഡയവൂൾഫായ ഗോസ്റ്റിനെ ടോർമണ്ണ് നൽകുന്നു. അയാൾ വൈൽഡിങ്സിനെ ഇപ്പോൾ സുരക്ഷിതമായ നോർത്തിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു. സെർസിയുടെ കൽപ്പന പ്രകാരം ടിറിയനെയും ജെയ്മിയെയും കൊല്ലാൻ ബ്രോൺ വിന്റർഫെല്ലിലേക്ക് വരുന്നു. പക്ഷെ അവർ അവന് പഴയ ടൈറൽ ഹോമായ ഹൈഗാർഡൻ പ്രതിഫലമായി വാഗ്ദാനം ചെയ്ത് അവരെ രക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നു. താൻ റേഗാർ ടർഗേറിയന്റെ മകനാണെന്ന് ജോൺ ഡെനേറിസിനോട് പറയുന്നു. ഇത് അവനെ അവളുടെ നെഫ്യൂവും അയൺ ത്രോണിന്റെ യഥാർത്ഥ അവകാശിയും ആക്കുന്നു. എന്നിരുന്നാലും അവൻ ഡെനേറിസിനോട് ലോയലായി തുടരുന്നു. സഹോദരിമാരിൽ നിന്നൊഴികെ തന്റെ ഐഡന്റിറ്റി രഹസ്യമായി സൂക്ഷിക്കുമെന്ന് ജോൺ വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ സാൻസ ഡെനേറിസിനെ വിശ്വസിക്കുന്നില്ല. പകരം ജോൺ രാജാവാവണം എന്ന് ആഗ്രഹിക്കുന്നു. അതിനാൽ അവൾ ഈ രഹസ്യം ടിറിയനോടും വാരിസിനോടും പറയുന്നു. ഡനേറിസ് അൺസ്റ്റേബിൾ ആകുന്നു എന്ന് വാരിസ് ആശങ്കപ്പെടുകയും ഏഗോൺ ടർഗേറിയനായ ജോൺസ്നോയെ രാജാവാക്കാൻ രഹസ്യമായി പദ്ധതിയിടുകയും ചെയ്യുന്നു. എന്നാൽ ടിറിയൻ ഡനേറിസിനോട് വിശ്വസ്തത പുലർത്തുകയും വാരിസിന്റെ പദ്ധതിയെക്കുറിച്ച് അവളോട് പറയുകയും ചെയ്യുന്നു. കോപത്തിൽ ഡനേറിസ് ഡ്രോഗോണിനോട് വാരിസിനെ ജീവനോടെ ചുട്ടരിക്കാൻ കൽപ്പിക്കുന്നു. ജോണിന്റെയും ഡനേറിസിന്റെയും സൈന്യം കിങ്സ് ലാൻഡിങ്ങിനെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നു. ഡനേറിസ് കടൽ വഴി യുദ്ധം നയിക്കുമ്പോൾ ജോണും ഡാവോസും കാൽനടയായി സൈനികരെ നയിക്കും. പോകുന്നതിന് മുമ്പ് ജോൺ ഗില്ലിയും കുഞ്ഞുമായി വിന്റർഫെല്ലിൽ താമസിക്കുന്ന തന്റെ സുഹൃത്ത് സാമിനോട് വിട പറയുന്നു. ഗില്ലി ഇപ്പോൾ രണ്ടാമത് പ്രഗ്നന്റ് ആണ്. ആര്യയും ഹൗണ്ടും തങ്ങളുടെ പേഴ്സണൽ മിഷൻസിനായി കിങ്സ് ലാൻഡിങ്ങിലേക്ക് യാത്ര ചെയ്യുന്നു. ആര്യ സെർസിയെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു. ഹൗണ്ട് അയാളുടെ സഹോദരനായ മൗണ്ടനെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു. ഡനേറിസിന്റെ ആർമിയെയോ സഹോദരിയായ സെർസിയെയോ യുദ്ധത്തിൽ സഹായിക്കുന്നതിന് തിരഞ്ഞെടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ ഒഴിവാക്കാൻ ജെയ്മി ബ്രിയനൊപ്പം വിന്റർഫെല്ലിൽ തന്നെ നിൽക്കുന്നു. എന്നാൽ ഡനേറിസ് സെർസിയെ കൊല്ലാൻ സാധ്യതയുണ്ടെന്ന് സാൻസ പറയുമ്പോൾ ജെയ്മിക്ക് മാനസിക സമ്മർദ്ദം തോന്നുന്നു. ഹൃദയം തകർന്ന ബ്രിയനെ ഉപേക്ഷിച്ച് അയാൾ തന്റെ സഹോദരിയുടെ അടുത്തേക്ക് മടങ്ങുന്നു. അവരുടെ ട്രബിൾഡ് പാസ്റ്റ് നിലനിൽക്കുമ്പോഴും അവൻ ഇപ്പോഴും അവളെ തന്നെയാണ് സ്നേഹിക്കുന്നത്. കിങ്സ് ലാൻഡിങ്ങിലേക്കുള്ള യാത്രാ മധ്യേ യൂറോൺ ഡനേറിസിന്റെ കപ്പൽ പടയെ ആക്രമിക്കുകയും അവളുടെ കപ്പലുകൾ നശിപ്പിക്കുകയും അവളുടെ മറ്റൊരു ഡ്രാഗണായ റേഗാലിനെ കൊല്ലുകയും ചെയ്യുന്നു. ഡനേറിസിന്റെ ആർമി കരയിലെത്തുമ്പോഴാണ് മിസാൻഡെ പിടിക്കപ്പെട്ടു എന്നവർ മനസ്സിലാക്കുന്നത്. പിന്നീട് ഡനേറിസും ടിറിയനും ഗ്രേവോമും ജോണിന്റെ ആർമിയുമായി സെർസിയുടെ കീഴടങ്ങൽ ചർച്ച ചെയ്യാൻ കണ്ടുമുട്ടുന്നു. എന്നാൽ സെർസി കീഴടങ്ങാൻ വിസമ്മതിക്കുകയും ഡനേറിസിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് മിസാൻഡയെ മൗണ്ടനെ കൊണ്ട് കൊല്ലിക്കുകയും ചെയ്യുന്നു. യുദ്ധത്തിന് മുൻപ് ഡനേറിസിന്റെ സൈന്യം ജെയ്മി ലാനിസ്റ്ററിനെ പിടികൂടുന്നു. ടിറിയൻ രഹസ്യമായി തന്റെ സഹോദരനെ മോചിപ്പിച്ച് യുദ്ധം നിർത്തി എസ്സോസിലേക്ക് രക്ഷപ്പെടാൻ സെർസിയെ ബോധ്യപ്പെടുത്താൻ ആവശ്യപ്പെടുന്നു. അതേസമയം ഡനേറിസ് ജോണുമായി അടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവൾ തന്റെ ആന്റി ആയതിനാൽ അവരുടെ ബന്ധത്തിൽ അസ്വസ്ഥത തോന്നുന്ന ജോൺ അവളിൽ നിന്നും അകന്നു നിൽക്കുന്നു. വെസ്ട്രോസിലെ ജനങ്ങൾക്ക് താൻ പ്രിയപ്പെട്ടവളല്ലെന്ന് തോന്നുന്ന ഡനേറിസ് ഭയത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഭരിക്കേണ്ടതെന്ന് തീരുമാനിച്ച് യുദ്ധത്തിലേക്ക് പറക്കുന്നു. അവളും ഡ്രോഗോണും ആകാശത്ത് നിന്നും കിങ്സ് ലാൻഡിങ്ങിന്റെ ഡിഫൻസ് തകർക്കുന്നു. ഗ്രൗണ്ടിൽ ജോൺ, ഡാവോസ്, ഗ്രേവോം എന്നിവർ തങ്ങളുടെ ആർമിയെ നയിക്കുകയും ലാനിസ്റ്റർ സോൾജിയേഴ്സിനെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രതീക്ഷയില്ലെന്ന് കണ്ട് ലാനിസ്റ്റർ ആർമി കീഴടങ്ങുന്നു. പക്ഷെ അതിനോടകം കോപം കൊണ്ട് മനോനില തെറ്റിയ ഡനേറിസ് കീഴടങ്ങലിനെ അവഗണിക്കുകയും നഗരം മുഴുവൻ കത്തിക്കുകയും സൈനികരെയും നിരപരാധികളെയും ഒരുപോലെ കൊല്ലുകയും ചെയ്യുന്നു. ഡനേറിസിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ഗ്രേവോമും സൈന്യവും കിങ്സ് ലാൻഡിങ്ങിലെ നിരായുധരായ ജനങ്ങളെ കൊല്ലുന്നത് തുടരുന്നു. ഇതിൽ ഞെട്ടിപ്പോകുന്ന ജോണും ഡാവോസും അസ്വസ്ഥരാവുകയും അവർ തങ്ങളുടെ സൈനികരോട് യുദ്ധം നിർത്തി നഗരം വിടാൻ പറയുകയും ചെയ്യുന്നു. സെർസിയെ കണ്ടെത്താൻ ജെയ്മി ആ കത്തുന്ന നഗരത്തിലൂടെ മുന്നേറുന്നു. പക്ഷേ യൂറോൺ അയാളെ തടയുന്നു. അവർ തമ്മിൽ പോരാടുന്നു. ഗുരുതരമായി പരിക്കേൽക്കുന്ന ജെയ്മി പക്ഷെ ഒടുവിൽ യൂറോണിനെ കൊല്ലുന്നു. അതേസമയം ഹൗണ്ടും ആര്യയും കിങ്സ് ലാൻഡിങ്ങിൽ എത്തുന്നു. ഹൗണ്ട് ആര്യയോട് സെർസിയോടുള്ള പ്രതികാരം ഉപേക്ഷിച്ച് അവളുടെ ഫാമിലിയുടെ അടുത്തേക്ക് മടങ്ങി പോകാൻ പറയുന്നു. ആര്യ അയാളെ ഒരു സുഹൃത്തായി കാണുകയും അപ്രതീക്ഷിതമായി അയാൾ പറയുന്നത് അനുസരിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഹൗണ്ട് തന്റെ സഹോദരനായ മൗണ്ടനോട് പോരാടാനുള്ള ദൗത്യം തുടരുന്നു. സെർസിയും കൈബേണും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഹൗണ്ട് അവരെയും കൂടെയുള്ള മൗണ്ടനെയും കണ്ടുമുട്ടുന്നു. ബഹളങ്ങൾക്കിടയിൽ മൗണ്ടൻ കൈബേണിനെ കൊല്ലുന്നു. ഹൗണ്ട് തന്റെ സഹോദരനെ കൊല്ലാൻ സ്വയം സാക്രിഫൈസ് ചെയ്യുന്നു. അതേസമയം ജെയ്മി സെർസിയെ കണ്ടെത്തുന്നു. പക്ഷെ രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലാതെ അവർ കുടുങ്ങിപ്പോകുന്നു. റെഡ് കീപ്പ് തകർന്നു വീഴുമ്പോൾ ജെയ്മി സെർസിയെ ചേർത്ത് പിടിക്കുകയും ഇരുവരും കൊല്ലപ്പെടുകയും ചെയ്യുന്നു.
യുദ്ധത്തിന് ശേഷം കിങ്സ് ലാൻഡിംഗ് ഏറെക്കുറെ നശിച്ച അവസ്ഥയിലാണ്. താൻ നഗരം മോചിപ്പിച്ചതായും ഇനി ലോകത്തിലെ മറ്റു ഭാഗങ്ങളെയും മോചിപ്പിക്കുമെന്നും ഡനേറിസ് തന്റെ ആർമിയോട് പറയുന്നു. പക്ഷേ അവളുടെ പ്രവർത്തികളിൽ അവളുടെ അലൈസ് പോലും ഞെട്ടിയിരിക്കുകയാണ്. ടിറിയൻ അവളുടെ അഡ്വൈസർ സ്ഥാനം രാജിവെക്കുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് ഡനേറിസ് കൂടുതൽ തെറ്റുകൾ ചെയ്യുന്നതിന് മുമ്പ് അവളെ കൊന്ന് അത് തടയാൻ അയാൾ ജോണിനോട് അപേക്ഷിക്കുന്നു. തകർന്നു കിടക്കുന്ന ത്രോൺ റൂമിൽ വെച്ച് ജോൺ ഡനേറിസിനെ കണ്ടുമുട്ടുകയും അവൾ ഇത് നിർത്തില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഹൃദയം തകർന്ന അവൻ അവളെ കൊല്ലുന്നു. ഡ്രോഗോൺ അവിടെ എത്തി അയൺ ത്രോൺ മെൽറ്റ് ചെയ്യുകയും ഒരിക്കൽ അവർ ഏറെ പ്രതീക്ഷയോടെ ജീവിച്ചിരുന്ന ഈസ്റ്റിലേക്ക് അവളുടെ മൃതദേഹവുമായി പറന്നു പോവുകയും ചെയ്യുന്നു. ആഴ്ചകൾക്ക് ശേഷം ജോണും ടിറിയനും തടവുകാരായി ശിക്ഷയ്ക്കായി കാത്തിരിക്കുന്നു. 7 കിങ്ഡംസിന്റെ ഇപ്പോഴത്തെ ഭരണാധികാരികൾ അടുത്ത ലീഡറിനെ തീരുമാനിക്കാൻ ഒത്തുകൂടുന്നു. ടിറിയനെയും അവരുടെ വാദങ്ങൾ കേൾക്കാനായി കൗൺസിലിന് മുന്നിലേക്ക് എത്തിക്കുന്നു. രാജഭരണം പാരമ്പര്യമായി ലഭിക്കരുത്, പകരം തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾ ഭരിക്കണം എന്ന് ടിറിയൻ നിർദ്ദേശിക്കുന്നു. ഇതെല്ലാവരും സമ്മതിക്കുന്നു. അവർ ബ്രാൻഡിനെ പുതിയ രാജാവായി തിരഞ്ഞെടുക്കുന്നു. കാരണം ടിറിയന്റെ അഭിപ്രായത്തിൽ അവന്റേതാണ് ഏറ്റവും മികച്ച കഥ, അഥവാ അവനാണ് എല്ലാ കഥകളും അറിയുന്ന ആൾ. ടിറിയന് മാപ്പ് നൽകി ഹാൻഡ് ഓഫ് ദ കിങ് ആക്കപ്പെടുന്നു. ബ്രാൻഡ് പുതിയ കൗൺസിലിൽ മാസ്റ്റർ ഓഫ് ഷിപ്സായി ഡാവോസും ലീഡർ ഓഫ് കിങ്സ് ഗാർഡായി ബ്രിയനും മാസ്റ്റർ ഓഫ് കോയിനായി ഇപ്പോൾ ഏറെ ധനികനായ ബ്രോണും ഗ്രാൻഡ് മേസ്റ്ററായി സാമും നിയമിക്കപ്പെടുന്നു. ഇതുവരെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി സാം ഒരു പുസ്തകം എഴുതുന്നു. എ സോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ എന്നാണ് പുസ്തകത്തിന്റെ പേര്. സാൻസ നോർത്തിനെ ഇൻഡിപെൻഡന്റ് ആയി ഡിക്ലെയർ ചെയ്യുകയും അവിടുത്തെ ക്വീൻ ആവുകയും ചെയ്യുന്നു. വെസ്ട്രോസിന്റെയും വെസ്റ്റിലുള്ള അജ്ഞാത ദേശങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ആര്യ യാത്രയാകുന്നു. ഗ്രേവോമും അൻസർലീഡും മിസാൻഡയുടെ ഹോംലാൻഡ് ആയ നാത്തിലേക്ക് കപ്പൽ കയറുന്നു. ജോൺസ്നോ വീണ്ടും നൈറ്റ്സ് വാച്ചിലേക്ക് ചേരാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. വാളിലേക്ക് മടങ്ങുന്ന അവൻ ടോർമണ്ട്, ഗോസ്റ്റ്, വൈൽഡ്ലിങ്സ് എന്നിവരുമായി വീണ്ടും ഒന്നിക്കുന്നു. അവർ ഒന്നിച്ച് നോർത്ത് ഓഫ് ദ വാളിലേക്ക് പോകുന്നു. അവിടെ കഠിനമായ വിന്റർ ഒടുവിൽ ഡ്രീം ഓഫ് സ്പ്രിംഗിലേക്ക് ഒരുക്കിച്ചേരുന്നു. അപ്പോൾ അതാണ് സീസൺ 8 ഓഫ് ഗെയിം ഓഫ് ത്രോൺസ്. ഭൂരിഭാഗം ഗെയിം ഓഫ് ത്രോൺസ് ഫാൻസിനും ഈ ഒരു സീസൺ വളരെ ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു എന്നതിൽ സംശയമില്ല. പല പല എപ്പിസോഡ്സിൽ സിറ്റുവേഷൻസ് ബിൽഡ് ചെയ്ത് ഒരു മേജർ ഇവന്റിൽ എത്തിക്കുന്നതിൽ നിന്ന് മാറി ഒരുപാട് മേജർ ഇവന്റ്സ് ഒരു എപ്പിസോഡിലേക്ക് ചുരുങ്ങിപ്പോയിട്ടുള്ള വളരെ ക്രാംഡ് ആയിട്ടുള്ള റൈറ്റിംഗ് ആണ് ഇതിന് കാരണം എന്നാണ് പൊതുവെയുള്ള ഒപ്പീനിയൻ. നിങ്ങളുടെയും സീസൺ 8നെ പറ്റിയുള്ള ഒപ്പീനിയൻസ്, അത് മുഴുവൻ സീരീസിനെ എങ്ങനെ ബാധിച്ചു എന്നതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോയ്ക്ക് തൊട്ടു പുറകെ ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ സീസൺസിന്റെയും റീക്യാപ്സ് ഒന്നിച്ചു ചേർത്ത് ഒരു എൻറ്റയർ ഗെയിം ഓഫ് ത്രോൺസ് എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാം. മുഴുവനായിട്ട് കാണണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആ വീഡിയോ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. എത്രയും വേഗം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.